ഒരുപക്ഷെ എന്റെ +2 പഠനം ഞാൻ പൂർത്തീകരിച്ച് 2018 തൊട്ട് പിന്നീടുള്ള എന്റെ ജീവിതയാത്രയിലൊക്കെ ഞാൻ തേടുന്നത്, പോകുന്ന ഇടവകളിൽ കൂട്ടായ്മകളിലൊക്കെ തേടുന്നത് ഈ ഒരു കൂട്ടായ്മയാണ്. ഒരുപക്ഷെ നാട്ടിലെ പ്രാർത്ഥന കൂട്ടത്തിൽ ഏറ്റവും വലിയ നേടുന്ന ഒരു പരാജയവും ഇതിൽ ഏറ്റവും ചെറുപ്പക്കാരൻ ഞാൻ. അടുത്ത ആഴ്ച എന്റെ യുവജന സുഹൃത്തുക്കളെ എന്നെ കളിയാക്കുവാൻ, നീയായിട്ട് പോയിട്ട് വെറുതെ ഞങ്ങൾക്ക് വള്ളി ഒപ്പിച്ചതല്ലേ എന്നൊക്കെ പറയുന്ന രീതിയിൽ. പിന്നീട് അങ്ങോട്ട് പല ദേവാലയങ്ങളുടെ ബന്ധത്തിൽ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തേടുന്നത് പ്രത്യേക സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഏറെ ആവശ്യമാണ്. കാരണം വളരെ സംഘർഷം നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും സമൂഹത്തിലാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. എനിക്ക് അവകാശപ്പെടുവാൻ ഒന്നുമില്ല എന്നുള്ള വലിയ ബോധ്യമാണ് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു കാരണം. എന്നാൽ അതിന്റെ മധ്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കൂടെ കാണും എന്നുള്ള ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. സ്വർഗമാവുന്ന നടിനെ കൂശിന്റെ മറുവിലെത്തിക്കുന്നു. ഞങ്ങളുടെ ഉള്ളങ്ങൾ ഉള്ളതുപോലെ അറിയും ദൈവം തമ്പുരാന്റെ മുൻപാകെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നിന്റെ സൗഖ്യത്താൽ, ആശ്വാസത്താൽ, സമാധാനത്താൽ, ധൈര്യത്താൽ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. സകൽ ഞങ്ങൾക്ക് ജീവൻ നൽകിയ യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരു എന്തോ ചെയ്യും, എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും. വാട്ട് വിൽ യു ഡു when you don't know what to do? ദൈവത്തെ വിളിക്കും. പിന്നെ ഒരു കൂട്ടായ്മയിൽ ഇത് ചോദിച്ചു. ഒരു 60-65 വയസ്സുള്ള ഒരു അച്ചായൻ പറഞ്ഞു, മോനെ ഞങ്ങൾ കൈയും കെട്ടി ഈ നോക്കൂലി എന്ന സമ്പ്രദായം ഉണ്ടാക്കി വലിയ പുള്ളികളാണ് നമ്മൾ മലയാളികൾ. വെറുതെ ഇരിക്കാൻ നമുക്ക് ഭയങ്കര. എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണ്, എത്ര പെട്ടെന്ന് 1 വർഷം കണ്ണടച്ച് തുറക്കുന്നവന്. The world is moving so fast. കാലങ്ങളും മാസങ്ങളും ഒക്കെ ഇങ്ങനെ അതിതീവ്രമായി മെട്രോ ട്രെയിൻ റെയിൽ പോകാനേക്കാളും പോകുന്ന സ്പീഡിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള ജീവിതങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ മനുഷ്യന്റെ ഒരു ജീവിതം നോക്കിയ എല്ലാ തരത്തിലും ഏറ്റവും ഉന്നതിയിലാണ്. സയൻസ്, ഹെൽത്ത്, വെൽത്ത്, എല്ലാത്തിലും മനുഷ്യന്റെ ജീവിതം ഏറ്റവും ഉയർന്ന ഒരു നിലവാരത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും മനുഷ്യന്റെ ജീവിതം എത്ര നശ്വരമാണെന്ന് ഓർപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളിൽ നമ്മൾ കടന്നു പോകാറുണ്ട്. ഇത്രയൊക്കെ മനുഷ്യൻ വളർന്നപ്പോൾ പോലും മനുഷ്യന്റെ ലൈഫ് എത്ര അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് നമ്മൾ ഓർപ്പിക്കാറുണ്ട്, എത്ര അൺസർട്ടൺ ആണെന്ന് ഓർപ്പിക്കാറുണ്ട്. ഇത്രയൊക്കെ മനുഷ്യ ജീവിതങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും. ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈ സമയത്ത് ഞാൻ ഇതേപോലെ കുവൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ രാജ്യം, പ്രത്യേകിച്ച് നമ്മുടെ ഇടവക, നേരിട്ട ഒരു വലിയൊരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. തീപിടുത്തം നടക്കുന്നു, എങ്ങനെയാണ് ആരാധന ഒന്നും അറിയാതെ ഒരു വെപ്രാളമുണ്ട് നമുക്ക്. അല്ലെങ്കിൽ ചിലവർക്ക് സ്ഥലം നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുള്ള അനുഭവത്തിൽ കൂടെ കടന്ന് നമ്മൾ നിസ്സഹായതായി പോകാറുണ്ട്. ഹെൽപ്ലെസ് ആയിട്ട് കൈ മലർത്തിയിരിക്കേണ്ട സംഭവങ്ങൾ, ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ ചോദിക്കാറുണ്ട്, ദൈവം ഇത് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു. അത്തരത്തിലുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ നാം ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്, എന്ത് ചെയ്യണം അറിയാതെ നമ്മൾ പകച്ച് നിൽക്കുന്ന ജീവിതത്തിന്റെ നിമിഷങ്ങൾ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിനായിട്ട് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, The Book of 2 Chronicles chapter 20. വളരെ ചുരുക്കത്തിൽ ആ അധ്യായം ഞാനൊന്ന് പറഞ്ഞു പോവാം. യഹൂദയിലെ 4-ാമത്തെ രാജാവായിരുന്നു യഹോശഫാത്ത്. എത്രാമത്തെ രാജാവാ? 4-ാമത്തെ രാജാവായിരുന്നു യഹോശഫാത്ത്. ഈ രാജാവിനെ സംബന്ധിച്ച് ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തിന് പ്രീതികരമാവുന്ന രീതി ജീവിച്ച ഒരു രാജാവായിരുന്നു യഹോശഫാത്ത് എന്ന രാജാവ്. അങ്ങനെ ഈ രാജാവിന്റെ ഭരണ സമയത്ത് ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഒരു വലിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഒരു വലിയ യുദ്ധത്തിനായിട്ട് ഈ രാജ്യം നേരിടുകയാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. മോവാബ്യർ, അമ്മോനിയർ, മെന്യർ മുതലായ വലിയ സൈന്യം യഹൂദ എന്ന രാജ്യത്തെയും രാജാവിനെയും ആക്രമിക്കാനായിട്ട് വരികയാണ്. ഈ വലിയ സൈന്യത്തെ കണ്ട ഈ രാജ്യം ഒക്കെ വളരെ ഭയക്കുകയാണ്, ഭ്രമിക്കുകയാണ്. കാരണം ഇത്രയും വലിയ സൈന്യത്തെ നേരിടുവാനുള്ള ശക്തിയോ കഴിവോ അതിനായിട്ടുള്ള ഒന്നും അവർക്കില്ല എന്നുള്ളൊരു വലിയ ബോധ്യം അവർക്കുണ്ട്. അവർ വളരെയേറെ ഭയപ്പെടുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ അവരവരുടെ പൂർവ്വ പിതാക്കന്മാരെ നടത്തിയ ദൈവത്തിലേക്ക് തിരിയുകയാണ്.
അവര് ഒരുമിച്ച് യെരൂശലേം ദേവാലയത്തിലേക്ക് വരികയും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുകയാണ്. 5 മുതലുള്ള വാക്യങ്ങൾ ആ പ്രാർത്ഥനയാണ് കാണുന്നത്. ആ പ്രാർത്ഥന അവസാനിക്കുന്നതാണ് 12ാമത്തെ വാക്യം. ഒരാൾ കൊച്ചത്തി വായിക്കാം. ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞ് ഇരിക്കുന്നു. തുടർന്ന് താഴോട്ട് നാം നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ വന്ന ഒരു ലേവി പുരുഷന്റെ മേൽ വരികയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ് 15ാമത്തെ വാക്യം, ഭ്രമിക്കരുത്, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, യുദ്ധം നിങ്ങളുടേതല്ല, മറിച്ച് ദൈവത്തിന്റെ അത്ര എന്നത്. പിന്നീട് 17ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോഴും ദൈവം അവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ എന്ന് പറയുന്നത്. ഇവിടെ വചനം നമ്മെ ശക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സഹനത്തിന്റെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ, നിസ്സഹായതയുടെ അനുഭവത്തിൽ, അനിശ്ചിതത്വത്തിന്റെ ഒക്കെ നിമിഷങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് തിരിയുവാൻ വേണ്ടിയാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മുടെ കണ്ണുള്ളടത്ത് നമ്മുടെ ശ്രദ്ധയുണ്ടല്ലേ. ഈ വിരല് പോയപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ ഉയർന്നു പോയി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശ്രദ്ധയെ പിടിച്ചെടുക്കുന്നത് എന്താണ്? ഇത് മാത്രമാണോ? അതോ ചുറ്റുമുള്ള എന്തോ സംഭവിക്കാനുള്ളതിന് കൗതുകമാണോ? എന്താണ് നമ്മുടെ ശ്രദ്ധയെ പിടിച്ചെടുക്കുന്നത്? ഒരു ഉദാഹരണം പറയാം. എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും എന്റെ ജീവിതത്തോടെ ചേർത്ത് വെക്കുന്ന ഒരു കഥാപാത്രമാണ് പത്രോസ്. യേശു കർത്താവിന്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ അല്ലേ. പത്രോസിന് ഒരു ചെറിയൊരു ആഗ്രഹം തോന്നുകയാണ്. എന്താണെന്ന് പറയോ? വെള്ളത്തിൽ കൂടെ ഒന്ന് നടക്കണം. നടന്നോ? എങ്ങനെയാ? 10 സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ കാണുവാൻ ഒരു ചെറിയ ആഗ്രഹം തോന്നി, വെള്ളത്തിൽ നടന്നല്ലേ. എങ്ങനെയാ നടന്നതെന്ന് രസകരമായ കാര്യമുണ്ട്. ഗുരുവിനോട് പറഞ്ഞു, ഗുരു എനിക്ക് വെള്ളത്തിന് മീതെ നടക്കണം. എന്നിട്ട് എന്താ പറഞ്ഞു? ഗുരു ഇന്ന് വരാൻ പറഞ്ഞു. എന്നിട്ട് പയ്യെ തപ്പിയൊക്കെ നടന്നു. പിന്നെന്തോ സംഭവിച്ചു? പിന്നെ അങ്ങോട്ടവൻ താണുപോയി, മുങ്ങാൻ തുടങ്ങി. എന്തുകൊണ്ട് മുങ്ങാൻ പോയി? അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവന്റെ ശ്രദ്ധ മാറി. അവന്റെ ഗുരുവിനെ നോക്കി അവൻ സഞ്ചരിച്ചപ്പോൾ അവൻ നടന്നു. ആ ശ്രദ്ധ നേരെ ചുറ്റുമുള്ള കടലിലെയും തിരമാലയും കാറ്റും കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഭയം വന്നു. അവൻ മുങ്ങാനായിട്ട് ആരംഭിച്ചു. തുടർന്ന് യേശു കർത്താവ് കൈനീട്ടി പറയുകയാണ്, ഹേ അല്പ വിശ്വാസികൾ. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതാണ് സംഭവം. നമ്മുടെ ജീവിതത്തിൽ നാം പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങളിൽ കൂടെ കടന്നു, പലപ്പോഴും ഈ പ്രതിസന്ധിയുടെ പെരുപ്പത്തെ കണ്ട് നമ്മൾ ഇങ്ങനെ അമ്പരന്ന് വായും പിടിച്ചിരിക്കും. എന്തോ ചെയ്യും? എന്നാൽ ഇവിടെ വചനം ഓർപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധ അസാധ്യത്തെ സാധ്യമാക്കാൻ തീർക്കാൻ കഴിവുള്ള കർത്താവിലേക്ക് തിരിയാൻ വേണ്ടിയാണ് ഇവിടെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധിയെ ശാപമായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി എന്റെ ജീവിതത്തിലെ ദൈവ കൃപയെ രുചിച്ചറിയുവാൻ, എന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ രുചിച്ചറിയുവാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പൗലോസ്ലീഹ. പൗലോസിനെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തെ ഓർപ്പിക്കുന്നുണ്ട്, ബലഹീനത ബലമേകുന്ന ദൈവകൃപ. അതുകൊണ്ട് തന്നെ നിരന്തരമായി തന്റെ ലേഖനത്തിൽ താൻ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ ബലഹീനതയോട്ട് പ്രശംസിക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജീവിതത്തിന്റെ പ്രതിസന്ധി എപ്രകാരം ഒരു വിശ്വാസി ആയിരിക്കണം എന്ന രണ്ട് വ്യക്തികളെ വേദപുസ്തകത്തിൽ പങ്കുവെച്ച് എന്റെ വാക്കുകൾ നിർത്താനായിട്ട് ആഗ്രഹിക്കണം. ഒന്നാമതായിട്ടാണ് പഴയ നിയമത്തിലെ യോസേഫ്, യാക്കോബിന്റെ പുന്നോമര പുത്രനാ യോസേഫ് അല്ലേ. അവന്റെ സഹോദരനാൽ പകയ്പയുടെ. പിന്നീട് അവന്റെ യാത്ര നമ്മൾ സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്ന. അവിടുന്ന് നേരെ പൊട്ടക്കിണറ്റിൽ എത്തുന്നു. അവിടുന്ന് പിന്നെ നേരെ പോത്തിഫറിന്റെ വീട്ടിലേക്ക് പോകും. അവിടുന്ന് തീർന്നു. അവിടെ എല്ലാം ഒന്നായി സെറ്റിൽ ചെയ്ത് വരുമ്പോൾ അവിടുന്ന് നേരെ മിസ്രൈമിന്റെ കാരാഗ്രഹത്തിൽ പോടും. അവിടുന്ന് ജീവിതം തീർന്നു വിചാരിച്ചപ്പോൾ ദൈവം അവന്റെ മിസ്രൈമിന്റെ സകല ഉന്നത അധികാരിയായിട്ട് ഉയർത്തുകയാണ്. യോസേഫ് വല്ലതും തെറ്റ് ചെയ്തോ? ഇല്ല. യോസേഫ് തന്റെ ജീവിതത്തിൽ കൂടി സഹനം കടന്നു പോവുകയാണ്. എന്നിട്ട് യോസേഫ് തന്നെ തന്റെ സഹോദരന്മാരുടെ മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ യോസേഫ് തന്നെ പറയുന്ന വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5ഉം 7ഉം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, ജീവരക്ഷയ്ക്കായി, സന്തതിയുടെ രക്ഷയ്ക്കായി ദൈവം എനിക്ക് നിങ്ങൾക്ക് മുൻപാകെ അയച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനെ പറ്റി ദൈവത്തിനൊരു വലിയൊരു പദ്ധതിയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തെ പറ്റി ദൈവത്തിന് വലിയൊരു നാം കടന്നു പോകുന്ന അനുഭവങ്ങൾ, നമ്മുടെ പദ്ധതികൾ, ദൈവത്തിന്റെ പദ്ധതികൾ എല്ലായ്പ്പോഴും നമ്മുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനായിട്ട് അത് തീരാറുള്ളൂ. അവിടെ ജീവിതത്തിന്റെ ചില സഹനങ്ങൾ കൂടുതൽ നന്മയിലേക്കുള്ള ഒരു ഇടദൂരമാണ്.
ജീവിതത്തിന്റെ ചില പ്രയാസങ്ങൾ കൂടുതൽ നന്മയിലേക്കുള്ള ഒരു ഇടദൂരമാണ്. ജീവിതത്തിൽ നാം ഒരുപാട് ആഗ്രഹിച്ച് ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ, ദൈവമേ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ there is something better yet to come എന്ന് നാം മനസ്സിലാക്കണം. ഒരു കഥ ഇപ്രകാരം കേട്ടത് ഓർക്കുകയാണ്. നമ്മുടെ ജോഷുവ മോനെ പോലെ ഒരു മിടുക്കനായിട്ടൊരു പയ്യൻ ഒരു പലചരക്കടി സാധനം മേടിക്കാനായിട്ട് പോകും. അപ്പം അവൻ കടയിൽ പോയി അമ്മ കൊടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ആ കടക്കാരൻ ഇവന്റെ മിടുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവനൊരു സമ്മാനം കൊടുത്തേക്കാന്ന് പറഞ്ഞു മുട്ടായി ഭരണി അങ്ങോട്ട് മുന്നിലേക്ക് നീട്ടുകയാണ്. അപ്പം മുട്ടായി ഭരണം കണ്ട സന്തോഷത്തിൽ അവന് വളരെ ആവേശത്തോടെ കൈയിടുകയാണ്. കൈയിട്ടു, പെട്ടെന്ന് ചിന്തിച്ചു, തിരിച്ച് കൈ അങ്ങ് വലിച്ചു. ഈ കടക്കാരനൊന്ന് നെട്ടി, എന്തോ പറ്റിയെന്ന്. എന്നിട്ട് കടക്കാരൻ ചോദിച്ചു, മോനെ എന്തോ പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഈ മോൻ പറഞ്ഞു, ചേട്ടാ ചേട്ടന്റെ കൈ കൊണ്ട് എടുത്ത, ചേട്ടന്റെ കൈ വലിയ കൈയല്ലേ, 3-4 വല്ല നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നാം പ്രാർത്ഥനയ്ക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ തുടർച്ചയായി പറയുമ്പോൾ ദൈവം നമുക്ക് കുറേം കൂടെ മെച്ചത്, കുറേം കൂടെ നന്മയ്ക്കായി നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു അരുമ പിതാവാണ് നമ്മുടെ പിതാവ്. അതുകൊണ്ട് ലൈഫ് ഈസ് ബിയോണ്ട് അവർ പ്ലാൻസ്, ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് പെർഫെക്റ്റ് ടു ഗോഡ്സ് പ്ലാൻ. നമ്മുടെ ഈ വർഷത്തിലേക്ക് ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ദൈവത്തിന്റെ വലിയൊരു നടത്തിപ്പ് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ടൊരു വ്യക്തിയാണ് ഇയ്യോബ്. ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി അവനെ സാക്ഷീകരിക്കുന്നുണ്ട്. ഇവനെ പോലെ നേരുള്ളവൻ, നിഷ്കളങ്കൻ, കുറ്റമില്ലാത്തവനായിട്ടൊരു വ്യക്തി ഭൂമിയിലില്ല എന്ന് ദൈവം തന്നെ നേരിട്ട് ഇറങ്ങുന്ന സാക്ഷീകരിക്കുന്ന മനുഷ്യനാണ്. എന്നാൽ ഈ മനുഷ്യന്റെ ജീവിതം എന്താണ് നമുക്ക് ഏറെ സുപരിചിതമാണ് അല്ലെ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ തീർച്ചയായിട്ടും വായിച്ചിരിക്കുകയും പഠിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് യോബിന്റെ പുസ്തകം. ഇത്രയൊക്കെ നിഷ്കളങ്കനായ വ്യക്തി ജീവിതത്തിൽ അതിതീവ്ര സഹനത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ആദ്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം നഷ്ടപ്പെടുകയാണ്. അവന്റെ സന്തതികളെ നഷ്ടപ്പെടുകയാണ്, അവന്റെ സാമ്പത്തികം എല്ലാം നഷ്ടപ്പെടുകയാണ്. എന്നാൽ അവിടെയും കൊണ്ട് അത് തീരുന്നില്ല. പിന്നീട് അവന്റെ ശാരീരികമായ ഒരു വലിയ വേദനയിൽ കൂടെ ഒക്കെ കടന്നു പോവുകയാണ്. അതിതീവ്ര വേദനയിൽ കൂടെ കടന്നു പോകുന്ന ഒരു യോബിനെ കാണുവാൻ സാധിക്കും. ഈ സമയത്ത് ആശ്വാസമായി തീരേണ്ട അവന്റെ ഭാര്യയും അവന്റെ സുഹൃത്തുക്കളും, മലയാളത്തിൽ പറഞ്ഞ എഴുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന അനുഭവം നമ്മൾ യോബിന്റെ പുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഈ നീറുന്ന ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന യോബ് ഒരിക്കൽ പോലും ദൈവത്തെ തള്ളിപ്പറയുന്നതായിട്ട് നാം കാണുന്നില്ല. യോബ് വല്ല തെറ്റ് ചെയ്തു? എന്തുകൊണ്ട് യോബ് ഇത്രമാത്രം സഹനം കടന്നു വന്നത്? ഈ വീർന്ന വേദനയുടെ അനുഭവത്തിലും യോബിന്റെ ഒരു സാക്ഷ്യമുണ്ട്. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും തകർന്നിട്ടും ജീവിതത്തിന്റെ വേദനയുടെ മധ്യത്തിലും യോബ് സാക്ഷീകരിക്കുകയാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ തീർന്ന അനുഭവങ്ങൾ ഇപ്രകാരം നമുക്ക് സാക്ഷീകരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടുന്നതായിട്ടുള്ള തലമുറകൾ ഇന്ന് പരാജയത്തെ, ചോദ്യങ്ങളെ, ജീവിതങ്ങളെ ഒക്കെ നേരിടുവാൻ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പ്രശ്നത്തിന്റെ കെട്ടാ തന്നെ എല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞായിരിക്കുന്നു. ക്വസ്റ്റ്യൻ മാർക്കിനെ പേടിക്കുകയാണ്. വൈ? ഇന്ന് ഏറ്റവും കാലഘട്ടത്തിൽ ഡിപ്രഷൻ, മാനസിക രോഗങ്ങളൊക്കെ ഉയർന്നു. എന്തുകൊണ്ട്? നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം എത്രമാത്രം ഗൗരവതയോടെ നമ്മൾ എടുക്കുന്നു. ഇത് നമുക്ക് മൊബൈൽ ഫോൺസിൽ എല്ലാവരും നല്ലപോലെ വചനം കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ വചനം എത്രമാത്രം എന്നെയും നിങ്ങളുടെ വിശ്വാസത്തെ ശക്തീകരിക്കുന്നു, ദൈവത്തോട് എത്രമാത്രം ഒരു പടി ഉയർത്തുന്നു എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നാം എല്ലാവരും അധ്വാനിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും മികച്ചത് കൊടുക്കുവാൻ വേണ്ടി അധ്വാനിക്കുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ തലമുറകൾക്ക് നമുക്ക് നൽകുവാൻ ഏറ്റവും വലിയ സമ്പാദ്യം ഒരിക്കലും സ്കൈലാൻഡ് അപ്പാർട്ട്മെന്റ് അല്ല, ഫെഡറൽ ബാങ്കിന്റെ FD അല്ല, മറിച്ച് ക്രിസ്തുയേശുവിലുള്ള അടിയുറച്ചുള്ള വിശ്വാസമാണ്. ഇവിടെ യോബ് പറയുകയാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിക്കും. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഇപ്രകാരം ഉയർന്ന ശബ്ദത്തിൽ ഉറച്ച വിശ്വാസത്തോടെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. തുടർന്ന് യോബിന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ദൈവം യോബിനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ആ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ യോബിന് ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട്. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം അവിടെ വായിക്കുവാൻ സാധിക്കുന്നു. ഇത്ര നാൾ നിന്നെ പറ്റി ഞാൻ ഒരു കേൾവി മാത്രമേ കേട്ടുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. ഫ്രം ഹിയറിംഗ് ടു ലിസണിംഗ്. നാം എല്ലാവരും ദൈവത്തെ പറ്റി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ആ വചനത്തെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ പ്രിയരെ, ദൈവത്തെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ജീവിതത്തിന്റെ ചില സഹനങ്ങൾ, ചില വേദനകൾ കുറേയും കൂടെ ആഴമുള്ള ദൈവദർശനത്തിനായിട്ടുള്ള അവസരമാണ്. എന്റെ ജീവിതത്തിന്റെ ചില വേദനകൾ എന്നെ കൂടുതൽ ദൈവവുമായിട്ട് അടുപ്പിക്കുവാൻ, എന്നെ കൂടുതലായിട്ട് ദൈവത്തെ കാണുവാനായിട്ടുള്ള ഒരു വലിയ അവസരമായിട്ട് നാം തിരിച്ചറിയണം. അവിടെയാണ് 46-ാം സങ്കീർത്തനം ഓർപ്പിക്കുന്നത്, മിണ്ടാതിരുന്ന് ദൈവമെന്ന് പറഞ്ഞു. ആമേൻ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന്. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. എന്റെ സാക്ഷ്യം പറഞ്ഞ് എന്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. എനിക്കറിയാം, +2 വരെ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്ത് ഉപരിപഠനം എടുക്കണമെന്നുള്ള വലിയ ചോദ്യചിഹ്നം എന്റെ മുന്നിലും ഉണ്ടായിരുന്നു. അപ്പോഴും എന്റെ കൂട്ടുകാരെല്ലാവരും ഒറ്റ സ്വരത്തിൽ എഞ്ചിനീയറിംഗ് ബിടെക് ഒക്കെ തീരുമാനിച്ചു. എന്റെ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞു എഞ്ചിനീയറിംഗ്, കാരണം എന്തോ നാടോടുമ്പോ നടുവയോ. അപ്പം എന്നാൽ എനിക്ക് എഞ്ചിനീയറിംഗ് എടുക്കുന്നതിനോട് ഒരു വിനോദം ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് ഞാനോട് പേഴ്സണലി ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ വൈ എഞ്ചിനീയറിംഗ് എല്ലാരും ഈ കൊണ്ട് എന്തിനാന്ന് എനിക്ക് അന്നത്തെ അർത്ഥം തോന്നിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഡിഗ്രി എടുക്കാനായിട്ട് തീരുമാനിച്ചത്. ഡിഗ്രി എടുത്തപ്പോൾ ഏത് വിഷയം എടുക്കണമെന്നായി അടുത്ത ഒരു വലിയ പ്രശ്നം. അപ്പം എന്നെ പഠിപ്പിക്കുന്ന ഫിലിപ്പോസ് സാറുണ്ട്, ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഇങ്ങനെ നാഷണൽ കൂടെ കടന്നു പോയപ്പോഴാണ് ഞാൻ എടുത്ത വിഷയമാണ് കെമിസ്ട്രി. ഞാൻ എടുത്ത വിഷയമാണ് കെമിസ്ട്രി. നിങ്ങൾ വിചാരിക്കും എനിക്ക് അമീതിയമായ കെമിക്കൽ ഫോർമുലേഷനോടുള്ള സ്നേഹമൊന്നുമല്ല. ഞാനൊരു സ്വകാര്യം പറയാം, പരസ്യമാക്കൂ. ഞാൻ കെമിസ്ട്രി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ആദ്യത്തെ അത്ഭുതമുണ്ട്. എന്തുവാ? ആ ആവേശത്തിൽ ഞാനും രസതന്ത്രം പഠിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കും. സാറൊന്ന് തോന്നുന്നു അങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കെമിസ്ട്രി. അപ്പൊ അങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നി, ചെന്നൈയിലുള്ള മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് MCC പഠിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. വലിയ തരക്കേടില്ലാത്ത മാർക്കുണ്ടായിരുന്ന ആപ്ലിക്കേഷൻ കൊടുത്ത് അഡ്മിഷനും കിട്ടി. പക്ഷെ എന്റെ അപ്പനും അമ്മയും പറഞ്ഞു, എന്റെ പൊന്നുമോൻ അവിടെ ഒന്നും പോരുത്, ഇതെല്ലാം അവിടെ ഉണ്ട്, പൊന്നുമോനൊന്നും അവിടെ പോരുത്, അവിടെ പഠിച്ചാൽ മതി. നാട്ടിൽ അമ്മച്ചിയോടൊക്കെ കൂടെ എന്ന്. അങ്ങനെയാണ് ഞാൻ ചങ്ങനാശ്ശേരി SP കോളേജിൽ എന്റെ ഡിഗ്രി പഠനം ആരംഭിച്ചത്. പഠനം ആരംഭിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്റെ കൂട്ടുകാർ ചെന്നൈയിലും ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെ തകർപ്പോൾ ഞാനിവിടെ പാവട്ടാലുപടി വില്ലേജിലും ചങ്ങനാശ്ശേരി ടൗണിലൊക്കെ ഇങ്ങനെ ഇറങ്ങി. എന്നാൽ ആ 3 വർഷക്കാലം എനിക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ലഭിച്ചു. പല കാര്യങ്ങൾ പഠിക്കുവാൻ ഒക്കെ എനിക്ക് സാധിച്ചു. ജീവിതം ഒരു വേറിട്ട കാഴ്ചയിൽ കൂടെ ഞാൻ കണ്ടു. ഇടവകയോടുള്ള ബന്ധത്തിൽ, സഭയോടൊക്കെ ഉള്ള ബന്ധത്തിലൊക്കെ എനിക്ക് പല കാര്യങ്ങളും, ഈ സംസാരിക്കുന്ന മലയാളം പോലൊക്കെ വന്നത് നാട്ടിൽ പറഞ്ഞ് തെറ്റിച്ചൊക്കെ. അങ്ങനെയാണ് ഞാൻ ഡിഗ്രി പഠനം പൂർത്തീകരിച്ചു. എനിക്ക് വെള്ളപ്പൊക്കവും കോവിഡും അങ്ങനെ എല്ലാവിധ അത്ഭുതങ്ങളും കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ പഠനം പൂർത്തീകരിച്ചു. ഞാൻ ഉപരിപഠനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എന്റെ മനസ്സിൽ പഴയ ആഗ്രഹമുണ്ട്, ഏതാ? MCC. അപ്പൊ ഈ വട്ടം ഞാൻ വീട്ടിൽ കട്ടായം പറഞ്ഞു, ഞാൻ നാട്ടിൽ പഠിക്കുന്ന പ്രശ്നമില്ല, വെളിയിൽ പഠിക്കുന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ, വലിയ തലക്കേടില്ലാത്ത മാർക്ക് ഉണ്ടാണ്ട് കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. MCC ആപ്ലിക്കേഷൻ കൊടുത്ത് ആദ്യത്തെ അലോട്ട്മെന്റിൽ തന്നെ എനിക്ക് കിട്ടി. രണ്ടാമത്തെ അലോട്ട്മെന്റ് നമുക്ക് ആ ആത്മവിശ്വാസത്തിൽ രണ്ടാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥനയോടെ കാത്തിരിച്ചു. രണ്ടാമത്തെ അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടിയില്ല. കുട്ടി മാമ ഞാൻ എനിക്ക് അഡ്മിഷൻ. പിന്നീട് ഞാൻ അറിഞ്ഞു എന്നേക്കാൾ മാർക്ക് കുറഞ്ഞവർക്ക് പോലും അവിടെ അഡ്മിഷൻ കിട്ടി. ചോദിച്ചു, വൈ ഗോഡ്? എന്തുകൊണ്ട് ദൈവം? എവിടെ എനിക്കൊരു നീതി നിഷേധിക്കപ്പെട്ട ഒരു വേദന ഞാൻ അന്ന് അനുഭവിച്ചു. വലിയൊരു ആശങ്ക, ഇനി എന്തോ ചെയ്യും. അങ്ങനെ എന്നപ്പോഴാണ് എനിക്ക് അവിടെ തൊട്ടടുത്തുള്ള വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി VIT എനിക്ക് അഡ്മിഷൻ ലഭിച്ച് ഞാൻ പഠനം ആരംഭിച്ചു. പഠനം ആരംഭിച്ചപ്പോഴാണ് എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്നതാണോ രസതന്ത്രം എന്ന് ഞാൻ വിചാരിച്ചത്. അവിടുത്തെ സിലബസ് ഭയങ്കര കട്ടിയാണ്. നാട്ടിൽ നമ്മൾ കൈ നനയാതെ മീൻ പിടിക്കും, അവിടെ ഇതൊന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായി. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് പാസ്സാണ്. അവിടെ സപ്ലിക്ക് 6000 രൂപയാണ് ഒരു വിഷയം. അമ്മയെ ഞാൻ അന്നേ വിളിച്ചു പറഞ്ഞു എനിക്കുള്ള വിഹിതം അങ്ങോട്ട്. അപ്പൊ അത്രയും ആശങ്കയോടെ സംശയത്തോടെ ഞാൻ പഠനം ആരംഭിച്ചെങ്കിലും എനിക്ക് ആ 2 വർഷക്കാലം ശാസ്ത്രം നല്ലപോലെ പഠിക്കാനുള്ള അവസരം കിട്ടി. ജസ്റ്റ് പാസ്സായ ഒരു വിദ്യാർത്ഥി എന്ന ആ യൂണിവേഴ്സിറ്റിയെ ടോപ്പർ ആയിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, വൈ ഗോഡ്? എന്തുകൊണ്ട് ദൈവം? അവിടുന്ന് പിന്നെ ആ യൂണിവേഴ്സിറ്റി എനിക്ക് അവസരം നൽകി മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി റിസർച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, വൈ ഗോഡ്? എന്തുകൊണ്ട് ദൈവം? അന്ന് ഞാൻ റീവൈൻഡ് എന്ന് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ MCC പഠിച്ചതിന് എനിക്ക് ഈ അവസരം ഒരിക്കലും കിട്ടത്തില്ല. അവിടെ ഞാൻ ദൈവത്തോട് ചോദിക്കും, വൈ ഗോഡ്?
അപ്പൊ വെള്ളത്തെ വീഞ്ഞാക്കണം എന്നുള്ള വലിയൊരു ആവശ്യത്തിൽ ഞാൻ അങ്ങ് വണ്ടി കയറുകയാണ്. അങ്ങോട്ടേക്ക് ബോംബെയിലേക്ക്. ബോംബെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഈ ഗവേഷണമായിട്ടുള്ള വലിയ മൽപ്പിടുത്തമാണ്. അവിടെ ഞാൻ വലിയൊരു വട്ടപൂജ്യമാണ് ഞാൻ തിരിച്ചറിയുകയാണ്. എക്സ്പെരിമെന്റ് ചെയ്യുന്നു, ഒന്നും കിട്ടുന്നില്ല. വൻ നിരാശയിൽ കൂടെ ഒക്കെ ഞാൻ കടന്നു പോവുകയാണ്. അത് മാത്രമല്ല, വലിയ നഗരത്തിൽ ഈ രാജകുമാരൻ ഒറ്റയ്ക്ക്. അപ്പം എല്ലാ തരത്തിലുള്ള സംഘർഷത്തിൽ കൂടെ കടന്നു. അവിടെയാണ് ജീവിതത്തിൽ ചില കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത്. ചെറുപ്രായത്തിൽ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഈ വാക്യം പഠിക്കുന്നതിനൊക്കെ എതിർപ്പ്, എന്തിനാ ഈ വാക്യമൊക്കെ പഠിക്കുന്നത്? എന്നാൽ യഹോവ എന്റെ ഇടയനാകുന്നു, ഓരിരുൾ താഴ്വരയൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു നിമിഷമാണ് ജീവിതത്തിന്റെ അനുഭവം. എനിക്ക് ഓർമ്മയാണ്, ഞാൻ ശാലം പ്രയർ ഗ്രൂപ്പിൽ നിന്ന് പോയപ്പോൾ ആരാ മെസ്സേജ് പറഞ്ഞു എനിക്ക് ഓർമ്മ. എന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ലൈഫിന്റെ തിയറി ക്ലാസ്സിന് കഴിഞ്ഞ് നിന്റെ ലൈഫിന്റെ പ്രാക്ടിക്കലാണ്. ജീവിതത്തിന്റെ ഈ പഠിച്ച പാഠങ്ങൾ, കേട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനിവാര്യമായി വരുന്നത് ഞാൻ കാണുകയാണ്. ദൈവത്തിന് വലിയ കൃപയാൽ എനിക്ക് അവിടെയും ഞാൻ ആ റിസർച്ച് പൂർത്തീകരിക്കാം. അവരെനിക്ക് PhD ഓഫർ ചെയ്യുകയാണ്. ഉപരിപഠനം ചെയ്യണം, ഗവേഷണം ചെയ്യണം. അപ്പൊ എന്റെ ലൈഫ് ഇങ്ങനെ ജംഗ്ഷനിൽ ഞാൻ എത്തി നിൽക്കുകയാണ്. പണ്ട് ചെറുപ്രായത്തിൽ ഈ ശുശ്രൂഷയിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സമയത്ത് അതേ ഞാൻ തന്നെ ദൈവത്തിൽ നിന്ന് അകലാൻ ഞാൻ കുറെ ശ്രമിച്ചിട്ടെങ്കിലും എവിടെയോ ഒരു തിരി കാണയാതെ ഇങ്ങനെ ഉള്ളിൽ കത്തുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. അവിടുന്ന് വെള്ളത്തെ വീഞ്ഞാക്കാനുള്ള ആവേശത്തിൽ പോയാൽ ഞാൻ വെള്ളത്തെ വീഞ്ഞാക്കിയവന്റെ പുറയിലേക്ക് തിരിയുവാനായിട്ട് യൂട്ടേൺ എടുക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. വീട്ടുകാരെടുത്ത് പറയുന്നു. അവിടെയും പലതരത്തിലുള്ള സംഘർഷത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പൊ സഭയുടെ ക്രമീകരണ പ്രകാരം നമ്മൾ 1 വർഷം പ്രാക്ടിക്കൽ ചെയ്യണം. സഭയുടെ ഭദ്രാസനത്തിന്റെ തന്നെ ആനപ്പുറമ്പാൽ ജയമൻ ജൂബിലി മന്ദിരത്തിൽ എന്റെ പ്രാക്ടിക്കൽ ആരംഭിക്കുക. അവിടെ വളരെ മനോഹരമായ ഒരു 70ഓളം അപ്പച്ചനമ്മച്ചിമാരോടുള്ള ഒരു യാത്ര വളരെ മനോഹരമായിരുന്നു. എന്നാൽ സഭയിൽ നമുക്ക് സെമിനാരിയുടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. എൻട്രൻസ് ഉണ്ട്, മെഡിക്കൽ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, അങ്ങനെ പലവിധമായ പോരാട്ടങ്ങളുണ്ട്. എൻട്രൻസ് എക്സാമിന് തന്നെ വേദപുസ്തകത്തിൽ 66 പുസ്തകം, GK, ഇംഗ്ലീഷ്, ഹിസ്റ്ററി. ഇത് പഠിച്ചാൽ ഞാൻ IAS ആവുമെന്നുള്ള ആത്മവിശ്വാസം എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ ഇത് പഠനം നടത്തണം. പക്ഷെ അവിടെ ആനപ്പുറമ്പാല് നമുക്ക് നല്ല രീതി ആക്ടിവിറ്റീസാണ്. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ദിവസം 10:30 തീരും. പിന്നെ 11 മണിയാകുമ്പോൾ ഞാൻ കിടക്കും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പഠിത്തമൊക്കെ എങ്ങനെ നടക്കുന്ന ഒരുപാട് ആശങ്കയിൽ ഇങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. പരീക്ഷയുടെ സമയം അടുക്കുകയാണ്. ഞാൻ ചിന്തിക്കുക, ദൈവമേ എന്നെ കൊണ്ട് പറ്റൂ. ഇറ്റ്സ് ഓൾ ലോട്ട്സ് ഓഫ് പ്രഷർ ഹാപ്പനിങ് ഓൺ ദെയർ. എന്റെ പള്ളിയിൽ നിന്ന്, നാട്ടിലെ പള്ളിയിൽ നിന്ന് ഒരേപോലെ എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ ഒരുപാട് ആശങ്കയിൽ കൂടെ കടന്നു പോകുന്നു. ആം ഐ റിയലി ഓൾ ഫോർ ദിസ്? ഈ എൻട്രൻസ് എന്നെ കൊണ്ട് പറ്റുമോ? ഒരു സയൻസ് സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഇത്രമാത്രം എഴുതി പിടിപ്പിക്കാൻ പറ്റുമോ? അന്ന് ഞാൻ എൻ്റെ അപ്പനും അമ്മയോടും പറഞ്ഞു, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതാണ് എന്ന് ചിന്തിച്ചു. ഞങ്ങൾക്ക് അപ്പം പറഞ്ഞു, 6 അടി ഉയരമില്ലേ, മുട്ടിന് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട വലിയൊരു അത്ഭുതമാണ് പ്രാർത്ഥനകൾ, അത്ഭുതങ്ങൾ ചെയ്യുന്നു. ആലപിച്ചപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചു, വൈ ഗോഡ്? എന്തുകൊണ്ട് ദൈവം? ജീവിതത്തിൽ അനുഭവിക്കുന്നതെല്ലാം ഇവിടെ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ്. എന്തുകൊണ്ട് ഈ മിനിസ്ട്രി എന്ന് പറയുന്നത് എനിക്ക് പൊഴുവാനും നെഴുവാനും ഒന്നുമില്ല. നമ്മുടെ മത്തമ്മക്കാരുടെ ദേശീയ പാട്ട് ഏതാണെന്നറിയില്ല, ഇവിടെ ഇത് പാടാറില്ല. ദൈവകൃപയിൽ പാടി പാടി പഴകി പഴകി. എന്നാൽ എന്റെ ജീവിതത്തോടെ ചേർത്ത് വെച്ച എന്റെ വരികളുണ്ട്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ അവന്റെ വരികളെ ഞാൻ കാണും. എന്നെ കേൾക്കുന്ന പ്രീമിയം മുന്നോട്ടുള്ള യാത്ര എന്റെ മുന്നിൽ വലിയൊരു അനിശ്ചിതത്വം. പഠിത്തം കഴിഞ്ഞാൽ പോലും കുപ്പായം കെട്ടണമെന്നും ഒരു ഉറപ്പില്ല. എന്നാൽ ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ ദൈവത്തിന്റെ കൃപയെ എനിക്കൊന്ന് അനുഭവിക്കാൻ ഉള്ള ഒരു ദിട്ട വിഷയമാണ്. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്ക് ഈ ദൈവകൃപ പകർന്നു കൊടുക്കുവാൻ സാധിക്കും. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കഴിഞ്ഞ 1 വർഷക്കാലം ദൈവം നിങ്ങളെ നടത്തി. ഒരുപാട് വേദനകൾ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. ഒരുപാട് പ്രതിസന്ധികൾ കൂടെ നിങ്ങൾ കടന്നു പോയേക്കാം. എന്നിട്ടും നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയെല്ലാം ദൈവം നടത്തിയ ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. ആ ജീവിതത്തിന്റെ യാത്രയെല്ലാം നിങ്ങൾ അനുഭവിച്ച വലിയൊരു ദൈവകൃപ കാണുമായിരിക്കും. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറേയും കൂടെ നമ്മുടെ ശ്രദ്ധ, കുറേയും കൂടെ നമ്മുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് തിരിവാൻ സാധിക്കും. ഇന്നത്തെ ആത്മീയതയും മതമൊക്കെ എല്ലാം അനുഗ്രഹം നൽകുന്ന ഒരു ദൈവത്തിന്റെ പിന്നാലെ, ദൈവത്തെ ഒരു ബ്ലെസ്സിങ് നൽകുന്ന മിഷനായിട്ടാണ് കാണുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം is a God of grace. ഈ കാലഘട്ടത്തിൽ നാം കുറെ കൂടെ പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവമേ, ജീവിതത്തിൽ കൃപ തരണമേ. ജീവിതത്തിന്റെ ഏതൊരു അനുഭവങ്ങളുടെ മധ്യത്തിൽ കൂടെ കടന്നു പോയാൽ വരും വർഷങ്ങളിൽ അതിനെല്ലാം നേരിടുവാൻ കുറെ കൂടെ കൃപ തരണമേ. എന്തു ചെയ്യണം അറിയുന്നില്ലെങ്കിൽ ഈ വചനം
വീണ്ടും പ്രാർത്ഥിക്കാം. ജനുവരി നമുക്ക് പറയാം.